السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. കഴിഞ്ഞ UP അറബിക് എക്സാമിന്റെ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാർട്ടാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സെഷനിൽ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ഏരിയയാണ് നാം ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് റീഡിംഗ് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട ഏരിയ. കഴിഞ്ഞ എക്സാമിൽ 2 റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജുകളാണ് നമുക്കുണ്ടായിരുന്നത്. നിങ്ങളൊക്കെയും അത് വായിച്ചവരായിരിക്കും. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുറേയധികം സമയത്തിനൊന്നും ആവശ്യമില്ല. ആദ്യം ഈ പാസേജ് ഒന്ന് ശരിക്ക് മനസ്സിരുത്തി ഒരു 2-3 മിനിറ്റിന്റെ ഉള്ളിലായി വായിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അതിനുശേഷം അതിന്റെ ഡിസ്കഷനിലേക്കൊക്കെ പോവാം. ഈ പാസേജ് എല്ലാവരും നിർബന്ധമായിട്ടും ഒന്ന് വായിക്കുക. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കെന്നാ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ബാക്കിയുള്ളവര് ഈ സ്ക്രീൻ ഒന്നെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കാരണം അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഇത് കാണില്ല. അതുകൊണ്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റും. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അല്ലെ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ പാസേജിൽ നിന്ന് 5 ചോദ്യങ്ങളാണ്. അടുത്ത പാസേജിൽ നിന്നും 5 ചോദ്യങ്ങളാണ്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം യൻളുറുൽ കാത്തിബ് ഇല സിനിമ അൽ ഹോളിവുഡിയ. ഹോളിവുഡ് സിനിമയെ കുറിച്ച് എഴുത്തുകാരൻ അതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. യൻളുറുൽ കാത്തിബ് ഇല സിനിമ അൽ ഹോളിവുഡിയ, ഹോളിവുഡ് സിനിമയെ കുറിച്ച് എന്താണ് ഗ്രന്ഥകാരൻ അഭിപ്രായപ്പെടുന്നത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഇതിന്റെ കറക്റ്റ് ഉത്തരം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കാം. നിങ്ങളുടെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ടാകും. അത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. നിർബന്ധമായും എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ബി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഉത്തരം ബി തന്നെയാണ്. അതായത് യൻളുറുൽ കാത്തിബിലെ സിനിമ ഹോളിവുഡിയ ഹൈതു ഇന്നഹു ലാ യദ്അമു മാ തുഖദ്ദിമു ഹോളിവുഡ് അമാമ ദുവലിൻ നാമിയ. അതാണ് ശരിയായ ഉത്തരം. നമുക്ക് ഓരോന്നും ചർച്ച ചെയ്തിട്ട് പോകാം. ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹോളിവുഡ് സിനിമയെ കുറിച്ച് ഗ്രന്ഥകാരൻ പറയുന്നത് ബിറുയത്തിൻ ഇജാബിയത്തിൻ താമ്മ, പൂർണ്ണമായിട്ടും പോസിറ്റീവ് കാഴ്ചപ്പാടോടുകൂടെയാണ് പറയുന്നത്. ബിഹ, അതിനെക്കുറിച്ച് നല്ല ധാരണയാണ്, സൽധാരണയാണ്, സൽചിന്തയാണ് ഗ്രന്ഥകാരനുള്ളത് എന്നാണ്. അതൊരിക്കലും ശരിയല്ല, തെറ്റായ ഓപ്ഷനാണ്. നമ്മുടെ പാസേജ് നമുക്ക് അവസാനം ആരുടെ മൈക്ക് ഓണാൻ തോന്നുന്നുണ്ട്. ആവശ്യമെങ്കിൽ മ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ അവസാനം പാസേജ് നമ്മൾ വായിക്കും. അപ്പൊ നമുക്ക് കൃത്യമായിട്ടും അതെന്താണെന്ന് മനസ്സിലാകും. അപ്പൊ ഏതായാലും അദ്ദേഹം പോസിറ്റീവായിട്ടല്ല ഹോളിവുഡ് സിനിമയെ കുറിച്ച് അദ്ദേഹം ഇതിൽ ഉടനീളം പ്രതിപാദിക്കുന്നത് പോസിറ്റീവായിട്ടല്ല. അതിനെക്കുറിച്ച് ഹുസ്നുൽ തന്നെ അല്ല അദ്ദേഹത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തെറ്റാണ്. ഓപ്ഷൻ 2 നോക്കാം. ഹോളിവുഡ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ആ സിനിമ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹോളിവുഡ് അമാമ ദുവലിൻ നാമിയ, ഡെവലപ്പിംഗ് കൺട്രീസിന് മുമ്പിൽ, അപ്പോ വികസ്വര രാജ്യങ്ങൾ എന്ന് പറയാം അല്ലെ. വികസ്വര രാജ്യങ്ങൾക്ക് മുമ്പിൽ ഹോളിവുഡ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെയൊന്നും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും അതെന്താണെന്നുള്ളത് മനസ്സിലാകും. നമുക്ക് അവസാനം വായിക്കാം.
അപ്പൊ അത് ശരിയാണ്, അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹോളിവുഡ് സിനിമ ഈ വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ നശിപ്പിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. പിന്നെ ഓപ്ഷൻ 3 ഉള്ളത് വലഹ അഹമിയ ആലമിയ കബീറ ഫിൽ ആലം. ഹോളിവുഡ് സിനിമക്ക് ലോകത്തിൽ വലിയ ആഗോള പ്രാധാന്യമുണ്ട് എന്നാണ്. അങ്ങനെ ആഗോള പ്രാധാന്യം, ഗ്ലോബൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഹോളിവുഡിനുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും ഈ എഴുത്തിൽ പറയുന്നില്ല. അങ്ങനെ ആഗോള പ്രാധാന്യം ഉണ്ട് തന്നെ വെക്കാം, പക്ഷെ അദ്ദേഹം ഈ എഴുത്തിൽ അതൊന്നും പറയുന്നേ ഇല്ല. ഓപ്ഷൻ 4 നോക്കാം. അന്നഹ തഖൂമു ബി തറാക്കുമിൻ മിനൽ അഫ്കാരി വൽ ആറാഇ ലിശ്ശുഊബി മിനദ് ദുവലിൻ നാമിയ. വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളുടെയൊക്കെ ഒരു അതിങ്ങനെ കൂടി വരിക, അത് കൂട്ടുന്നു, അത് കൂമ്പാരമാക്കുന്നു. ആ ചിന്തകളെയും അഭിപ്രായങ്ങളെയും, ജനങ്ങളുടെ ചിന്തകളെയും അഭിപ്രായങ്ങളെയും അത് വർദ്ധിപ്പിക്കുന്നു. ജനങ്ങളുടെ ചിന്തകളെയും അഭിപ്രായങ്ങളൊന്നും അത് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നൊരിക്കലും ഈ പാസേജ് പറയുന്നില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ടും ക്ലിയർ ആവുകയുണ്ടാവില്ല, കാരണം ചില ആളുകൾക്ക് ആ പാസേജ് പൂർണ്ണമായിട്ടും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. എന്നാൽ പോലും ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് അത് വായിച്ചതിന് ശേഷം ഒന്നുകൂടി ഇത് കാണിക്കാം, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇടയിൽ എന്താ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 4 പാസേജ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ അടിയിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഉത്തരം ചെയ്യട്ടോ. ഓപ്ഷൻസ് താഴെയാണ് ഉള്ളത്, ABCD. അൽ ഖത്തർ മിന സിനിമ അൽ ഹോളിവുഡിയ ഫിറയിൽ കാത്ത്. ഗ്രന്ഥകാരന്റെ അഭിപ്രായത്തിൽ ഹോളിവുഡ് സിനിമയുടെ അപകടം, അതിൽ അൽ അവൽ ഒന്നാമത്തത് പറയുന്നത് ഹിയ തജ്രിബു അംവാലൻ ഹായില. നിങ്ങൾ ഓപ്ഷൻസ് ചെയ്തോളൂ കേട്ടോ, കമന്റ് ചെയ്തോളൂ, ആൻസർ ചെയ്തോളൂ, അതിന് ശേഷം വായിക്കാം. എല്ലാവരും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓരോന്നും ശരിക്കും വായിക്കണം. ഓരോ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ട സാധനമാണ്. കാരണം 4 തസ്രീഹാത്തുകൾ കൊടുത്തു, എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ ടൈം അത്യാവശ്യം വേണം. ഓപ്ഷൻ C ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഓരോന്ന് വായിക്കാം, എന്നിട്ട് അഥവാ ഓപ്ഷൻ മറ്റേതെങ്കിലും തോന്നുകയാണെങ്കിൽ പറഞ്ഞോണ്ടി, അതല്ല നല്ലത്. ഒന്നാമത്തത് ഹിയ തജ്രിബു അംവാലൻ ഹായില മിൻ ആമത്തിൻ നാസ് മിന ശർഖ് ഇല അംരീക. കിഴക്കിലെ സാധാ ജനങ്ങളുടെ, അതായത് ആമത്തുൻ നാസിന്റെ പൊതുജനങ്ങളുടെ ഒരുപാട് സമ്പത്ത് അമേരിക്കയിലേക്ക് ഹോളിവുഡ് സിനിമ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പാസേജിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് കിഴക്കൻ പ്രദേശങ്ങൾ, പടിഞ്ഞാറ് കിഴക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ ഭൂമിയുടെ പടിഞ്ഞാറ് കിഴക്ക്. അപ്പോൾ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം, അവിടെയുള്ള പൊതുജനങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന ധാരാളം പൈസ അമേരിക്കയിലേക്ക് ഈ ഹോളിവുഡ് സിനിമ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ തസ്രീഹ്. അത് ശരിയാണോ അല്ലേ എന്ന് നോക്കിയാൽ മനസ്സിലാകും, സ്ക്രീൻഷോട്ട് നോക്കിയാൽ മനസ്സിലാകും. രണ്ടാമത്തെ ഇതുള്ളത്, തസ്രീഹ് ഉള്ളത് ഹിയ തുമസ്സിലു കആമിലിൻ മുദഇമിൻ തുജാഹ തഖദ്ദുമി വത്തതവ്വുർ. ഹോളിവുഡ് സിനിമ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറാണ് തുജാഹ തഖദ്ദുമി വത്തതവ്വുർ, പുരോഗതിയുടെയും അതുപോലെ തതവ്വുർ, ഡെവലപ്മെന്റ്, എന്താണ് പറയാ, പുരോഗതി തന്നെ അല്ലേ. പുരോഗതിയുടെ മാർഗത്തിലേക്കുള്ള, പുരോഗതി നേടാനുള്ള ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറാണ്, ഒരു സഹായക
സഹായക ഘടകമാണ് ഹോളിവുഡ് സിനിമ എന്നാണ് രണ്ടാമത്തെ പറഞ്ഞത്. അതായത് ഹോളിവുഡ് സിനിമ ലോകത്ത് വലിയ പുരോഗതിയും ഡെവലപ്മെന്റ് ഒക്കെയും കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹിയ തുഹാവിലു അല മഹ്വിൽ അസ്വാലത്തി സഖാഫിയ ലിശുഊബ് മിന ദുവലിൻ നാമിയ. വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തെ മായ്ച്ചു കളയാൻ വേണ്ടി, അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ബോളിവുഡ് സിനിമ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് കിഴക്കൻ പ്രദേശങ്ങളിലെ ഇപ്പൊ നമ്മുടെയൊക്കെ സാംസ്കാരിക സ്വത്വമുണ്ടാകും. ആ സ്വത്വത്തെ നശിപ്പിക്കാനാണ്, അതിനെ മായ്ച്ചു കളയാനാണ് ബോളിവുഡ് സിനിമ ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് പാസേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അറാബിയു, നാലാമത്തെ കാര്യം, ഹിയ തുഖദ്ദിമു അനാസിറൽ ഖിയം വൽ ഹളാറത്തിൽ മിസാലിയ അമാമ ശുഊബിൻ നാമിയ. വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളുടെ മുമ്പിൽ നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ള മാതൃകാ നാഗരികതയുടെ, അതുപോലെ തന്നെ നല്ല മൂല്യങ്ങളുടെയൊക്കെയും ഘടകങ്ങൾ, നല്ല മാതൃകാ നാഗരികതയുടെയും മൂല്യങ്ങളുടെയും ഒക്കെ ഘടകങ്ങൾ ബോളിവുഡ് സിനിമ പ്രദാനം ചെയ്യുന്നു, അത് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് നാലാമത്തത്. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ അസാലിസ വറാബിഅ ഫഖത്ത്, 3ഉം 4ഉം ശരിയാണ് എന്നാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡിയും തിരഞ്ഞെടുത്തുണ്ടായിരുന്നു. ഓപ്ഷൻ ഡിയും സിയും എന്താ മാറ്റം? ഓപ്ഷൻ സി തിരഞ്ഞെടുത്ത എല്ലാവരും ഓപ്ഷൻ ഡിയും തിരഞ്ഞെടുക്കുന്നത് നിർബന്ധമാണ്, ലാസിമാണ്. കാരണം ഓപ്ഷൻ സിയും ഡിയും തമ്മിലുള്ള ബന്ധം മുലാസമത്താണ്. അപ്പൊ ഒന്നിനെ മാത്രം പരിഗണിക്കുകയും മറ്റേതിനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ അല്ലേ? ഓപ്ഷൻ സിയും ഡിയും ഒന്നല്ലേ? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റം കാണുന്നില്ല, ഞാൻ കാണുന്നില്ല. ഇപ്പൊ നിങ്ങൾ 2എണ്ണം തിരഞ്ഞെടുത്തവരായിരിക്കും അല്ലെ? ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സിയും ഡിയും നിങ്ങൾ തിരഞ്ഞെടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ഇത് രണ്ടും അല്ലാത്തതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് തന്നിട്ടുള്ള ആൻസർ കീയിൽ ഓപ്ഷൻ സി ആണുള്ളത്. അത് കണ്ടിട്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും ആൻസർ കീ പറയുന്നതൊക്കെയും ശരിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരാൾ ചോദിക്കുന്നതിന് ഡിയും സിയും എന്താ ഡിഫറെന്റ് എന്ന്. ഡിഫറെന്റ് ഇല്ലാന്ന് നമ്മൾ പറഞ്ഞത്. ഡിഫറെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാലാണല്ലോ ഡിഫറെന്റ് ചോദിക്കേണ്ടി. ഡിഫറെന്റ് ഇല്ല എന്ന് പറയുമ്പോ ഡിഫറൻസ് ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇബാറത്താനി അൽ ഉല വസാലിസ ഫഖത്ത് സഹീഹ, 1ഉം 3ഉം മാത്രമാണ് ശരി. അതായത് 1 ഹിയ തജ്രീബ് അംവാലൻ ഹായില, ശരിയാണ്. കിഴക്കിൽ നിന്ന് അമേരിക്കയിലേക്ക് ധാരാളം പൈസ ഒഴുകുന്നുണ്ട് ഹോളിവുഡിലൂടെ, ശരിയാണ്. 2 തെറ്റാണ്. ഹോളിവുഡ് കൊണ്ട് ഒരു പുരോഗതിയും ലോകത്ത് ഉണ്ടാകാൻ പോണില്ല, അതൊരു ഫാക്ടറേ അല്ല പുരോഗതിയുടെ, അതുകൊണ്ട് തെറ്റാണ്. 3 ശരിയാണ്. നമ്മുടെ സാംസ്കാരിക സ്വത്വത്തെ മായ്ച്ചു കളയുന്നുണ്ട് ഹോളിവുഡ് സിനിമ, ശരിയാണ്. അപ്പൊ 1ഉം 3ഉം. 4 തെറ്റാണ്. ലോകത്ത് ഒരു മാതൃകാപരമായിട്ടുള്ള നാഗരികതയും ഇത് മുന്നോട്ട് വെക്കുന്നില്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഓപ്ഷൻ ബി മാത്രമാണ് ശരി. ഈ ചോദ്യത്തിന് ഈ പ്രശ്നമുണ്ട്, ഇതിന്റെ സിയും ഡിയും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് ഒഴിവാക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. എങ്ങനെ അൽ ഖത്തർ എന്നല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്? അതെ അതെ, അപകടം. 4ന്റെ മീനിങ് ഒന്നുകൂടി പറയും. 4 എന്ന് പറഞ്ഞാൽ വികസ്വര രാജ്യം, നമ്മളെ പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ, നമുക്ക് ഹോളിവുഡ് സിനിമ പ്രദാനം ചെയ്യുന്നത് നല്ല മൂല്യങ്ങളുടെ മൂല്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ഐഡിയൽ സിവിലൈസേഷൻ ആണ്. ഐഡിയൽ സിവിലൈസേഷൻ ആണ് ഹോളിവുഡ് സിനിമ നമുക്ക് നൽകുന്നത്. നമുക്കെന്ന് മാത്രമല്ല, നമ്മെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്കൊക്കെയും ഒരു ഐഡിയൽ സിവിലൈസേഷൻ, ഏറ്റവും ഉദാത്ത മാതൃകമായിട്ടുള്ള ഒരു നാഗരികതയാണ് നൽകുന്നത്. എനിക്കിത് വായിച്ചിട്ട് മനസ്സിലായത് ഇതിലെ 1ഉം 3ഉമാണ്
ഇതിലെ ശരിയായ ഉത്തരം. അതായത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായ ഉത്തരം എന്നാണ്. പക്ഷെ ആൻസർ കീയിൽ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഓപ്ഷൻ സി ആണ് ആൻസർ കീയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ ആൻസർ ഡിയും കൂടി കൊടുക്കേണ്ടിയിരുന്നു. കാരണം സിയും ഡിയും ഒന്നാണ്. ഇവിടെ എന്തായാലും വികസ്വര രാജ്യങ്ങൾ എന്നുള്ളതിന്റെ അറബി ഏതാ? ശോഭൻ നാമിയ. അദ്വലുൻ നാമിയ. ഷോബുൻ നാമിയ എന്നുള്ളത് ശരിക്കും തെറ്റാണ്. ഷോബുൻ നാമിയ എന്ന് പറയാൻ പാടില്ല. പിന്നെ അവിടെ നമ്മൾ ശരിയാക്കണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൗസൂഫിനെ കളഞ്ഞ് സിഫത്തിനെ, അങ്ങനെയൊക്കെ നമുക്ക് നഹ്വില് പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് സ്വീകരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ അതിനെ ശരിയാക്കുന്നത്. ശരിക്ക് അമാമ ഷുഊബി അദ്വലിൻ നാമിയ എന്നാണ്. വികസ്വര രാജ്യ. അതെ അതെ, ഡെവലപ്പിംഗ് കൺട്രീസ്. ബി ആണ് ആൻസർ ചെയ്തത്. ഗുഡ്. അപ്പൊ നമ്മളിപ്പോ ആൾക്കാരുണ്ട്. നമുക്ക് ഏതായാലും അത് പോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് അടുത്തയിലേക്ക് പോവാം. അൽ മുറാദു ബി കലിമത്തി തതറാക്കമു. തറാക്കുമല്ല, രണ്ട് താ ഇല്ലല്ലോ, ഒരു താ. തറാക്കും, തറാക്കമ അല്ലെങ്കിൽ തറാക്കമു, രണ്ട് താഴുണ്ട്. തറാക്കമു എന്നുള്ള കലിമത്തിന്റെ അർത്ഥം എന്താണ്? തറാക്കമ എന്നാകുമ്പോ മാതിയാകും, തറാക്കമു ആകുമ്പോ മുതാരിയാകും. അത്ര ഇതുള്ളൂ. പാസേജിൽ എന്താ ഉള്ളത് നോക്കാം. പാസേജിലുള്ളത് തത്തറാക്കമോ. ഓക്കെ. അപ്പൊ തത്തറാക്കമോ തന്നെ കേട്ടോ. അൽ മുറാദു ബി കലിമത്തി തത്തറാക്കമോ. തത്തറാക്കമോന്റെ അർത്ഥം എന്താണ്? ഇതിലുള്ളത് തുഹസ്സിനു വതുഖവ്വി, തജ്തമിഉ വതസീദു, തസ്ലിബു വതൻസിഫു, തുഅർരി വതസ്ലിഹു, സലഹ യസ്ലിഹു. അപ്പോ കുറെ പേര് ഓപ്ഷൻ ബി പറഞ്ഞിട്ട് പലരും പറയാതിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞു നോക്കിയതായാലും വെറുതെ പറയാതിരിക്കണ്ടല്ലോ. എല്ലാവരും ഒന്ന് പ്രതികരിച്ചു. അപ്പൊ ചെയ്തവരൊക്കെയും അധിക പേരും ഓപ്ഷൻ ബി ആണ് അല്ലെങ്കിൽ 2 ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ 2 എന്നുള്ളത് തന്നെയാണ് ഇതിൽ ശരിയായ ഉത്തരം. അപ്പൊ ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തത് തത്തറാക്കം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം? കുന്നുകൂടുക എന്നാണ് അർത്ഥം, അല്ലെ? തത്തറാക്കം എന്ന് പറഞ്ഞാൽ കുന്നുകൂടുക എന്നാണ് എന്റെ മലയാളം പറയാം. ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ തുഹസ്സിനു വ തുഖവ്വി എന്നൊക്കെയാണ്. തുഹസ്സിന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ് ചെയ്യുക. തഹ്സീൻ ഇംപ്രൂവ്മെന്റ് ആണല്ലോ തഹ്സീൻ. അപ്പൊ അതെന്തായാലും അല്ല. തുഖവ്വി പറഞ്ഞാൽ അതിനെ എംപവർ, പിന്നെ ശക്തിപ്പെടുത്തുക. അപ്പൊ അതെന്തായാലും അല്ല. തജ്തമിഉ വതസീദു, ഇതാണ് കുന്നുകൂടുക, അതേ അർത്ഥം തന്നെയാണ്. തസ്ലീബു വതൻസീഫ് പറഞ്ഞാൽ, തസ്ലീബ് പറഞ്ഞാല് ഊരിയെടുക്കാന്നല്ലേ. തൻസീഫ് എന്ന് പറഞ്ഞാൽ തൻസീഫ് നസഫൽ മല പറഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥം. അത് ഒരർത്ഥം തന്നെയാണ്. അത് മുതലാണ്ട് അവനിൽ നിന്ന് കണ്ട് ഇല്ലാണ്ടാക്കുക, അതല്ല തത്തറാക്കമിന്റെ അർത്ഥം. അതിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥമല്ല. 4 തുഅരി വ തസ്ലീഹ്, സലഹ യസ്ലിഹു നീക്കും, അല്ലെ? അത് നഗ്നമാക്കുക, അതുപോലെ തൊലി ഉരിയുക. സലഹ എന്ന് പറഞ്ഞാൽ തൊലി ഉരിയുക തന്നെ. അപ്പോ ഇതിലാകെ ഓപ്ഷൻ 2 ആകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളൊക്കെ അതിന്റെ നേരെ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത അർത്ഥങ്ങളാണ്. അപ്പൊ തറാക്കമ യതറാക്കമു, കുന്നുകൂടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. കൂടി എളുപ്പമുള്ള ഒരു ചോദ്യമായിട്ട് പരിഗണിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് പോവാം. അടുത്ത ചോദ്യം. യുഷീറുൽ കാത്തിബു ഇല തഅ്തീറൈനി സയ്യിഅൈനി ലിൽ ഹോളിവുഡ് അലൽ ആലം ഹുമാ ഫി നവാഹിൽ ഇഖ്തിസാദിയ്യ അൽ ഇൽമിയ്യ അസ്ഫിഹിയ്യ അത്തഖാഫിയ്യ. ഇതിലേതാണ് ശരി എന്നതാണ് ചോദ്യം.
പിന്നെ ഇതിൽ അപ്പുറത്താട്ടോ ഓപ്ഷൻസ് ഉള്ളത് 1 2 3 4 1 2 3 4 ആണ്. അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഓപ്ഷൻസ്. ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഓപ്ഷൻസ്. എഴുത്തുകാരൻ ഹോളിവുഡ് സിനിമയെ കുറിച്ച് ഹോളിവുഡ് സിനിമയുടെ അതിന്റെ വളരെ മോശമായിട്ടുള്ള 2 സ്വാധീനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ഹോളിവുഡ് സിനിമ ചെലുത്തുന്ന 2 മോശപ്പെട്ട സ്വാധീനങ്ങൾ അത് ഏതൊക്കെ മേഖലയിലാണ്? 2 സ്വാധീനങ്ങളും ഏതൊക്കെ മേഖലയിലാണ്? നിങ്ങളൊക്കെ 4 ആണ് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ഉത്തരം. അൽ-അവ്വൽ വർ-റാബിഉ അസ്സഹു. സ്വഹീഹ് വേറെ ഉണ്ടെന്ന് കിട്ടുമോ? സഹീഹ് അല്ലേ? ഏതാവട്ടെ. അപ്പോ ഏതായാലും നമുക്ക് സ്വഹീഹ് എന്ന് പരിഗണിക്കാം. അവിടെ എന്തുകൊണ്ടാണ് അസ്സഹീഹ് എന്നുള്ള അറിയില്ല. അൽ-അവ്വൽ വർ-റാബിഉ അസ്സഹു എന്നുള്ളത്. അതായത് al-iqtisadiyya fi an-nawahi al-iqtisadiyya wat-thaqafiyya. ഇഖ്തിസാദിയും തഖാഫിയുമായ മേഖലകളിലാണ് ഹോളിവുഡ് സിനിമയുടെ മോശപ്പെട്ട സ്വാധീനം. സാമ്പത്തിക മേഖലയെ കുറിച്ച് വളരെ കിഴക്കൻ രാജ്യങ്ങളെയൊക്കെയും ദരിദ്രമാക്കുന്ന ഒരു ഏർപ്പാടാണ് ഹോളിവുഡ് സിനിമ അതിൽ പറയുന്നുണ്ടാകും. അതുപോലെ കൾച്ചറൽ ഐഡന്റിറ്റി നശിപ്പിക്കുന്നതാണ് ഹോളിവുഡ് സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 2 മേഖലയിലാണ്. വൈജ്ഞാനിക മേഖലയിലോ ആരോഗ്യ മേഖലയിലോ ഒന്നുമല്ല എന്നുള്ളത് ആ പാസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാലോ അല്ലെ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ചോദ്യം ഇതാണ്. തഅമലു അസ്സിനിമ അൽ ഹോളിവുഡിയ ഫി ശുഊബിൻ നാമിയ. ഹോളിവുഡ് സിനിമ വികസ്വര ജനങ്ങളിൽ അത് പ്രവർത്തിക്കുന്നത് എപ്രകാരമാണ്? വികസ്വര ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളിൽ ഹോളിവുഡ് സിനിമ എങ്ങനെയാണ്, എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? അതാണ് ചോദ്യം. ഓരോ ഓപ്ഷൻസും ശരിക്കും വായിച്ച് ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. വായിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അതായത് വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളിൽ ഹോളിവുഡ് സിനിമ പ്രവർത്തിക്കുന്നത് കആമിലിൻ മുജഹിസിൻ ഫി ആദത്തി തക്വീനി ഹാദിഹി ശുഊബി ഹസ്ബ അത്തിറാസിൽ ഗർബി. അതായത് പാശ്ചാത്യൻ മോഡലിൽ ഈ ജനങ്ങളെ രൂപപ്പെടുത്തുക. ഇആദത്തു തക്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ റീഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ റീബിൽഡ് ചെയ്യുക, അതൊക്കെയാണ് പറയാ. റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെ, ഉടച്ചു വാർക്കുക എന്നൊക്കെ പറയാം. പാശ്ചാത്യൻ മോഡലിൽ ഈ രാജ്യങ്ങളിലെ ജനങ്ങളെ ഉടച്ചു വാർക്കുന്ന വളരെ റെഡി ആയിട്ടുള്ള ഫാക്ടറാണ് ഈ ഹോളിവുഡ് സിനിമ എന്നാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഉള്ളത് കവക്കീലിൻ നശിത്തിൻ ഫി ബത്തിൽ മഅരിഫ വസ്സഖാഫിയ്യ അൽ മുതതവ്വിറ ഇലാ ഹാദിഹി ശുഊബ്. ഇതൊരു കവക്കീലിൻ നശിത്തിൻ, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഏജന്റ് ആണ് ഹോളിവുഡ് സിനിമ. ഈ ബത്തിൽ മഅരിഫ വസ്സഖാഫ, ഈ നോളജ് ആൻഡ് കൾച്ചർ സ്പ്രെഡ് ചെയ്യുന്നതിൽ, വിജ്ഞാനവും സംസ്കാരവും വ്യാപിപ്പിക്കുന്നതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ് ഹോളിവുഡ് സിനിമ. അൽ മുതതവ്വിറ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സംസ്കാരവും വിജ്ഞാനവും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതിലുള്ള ഇലഹാദി ഷോബി, ഈ രാജ്യങ്ങളിലെ ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ഏജന്റ് ആയിട്ടാണ് ഹോളിവുഡ് സിനിമയെ കാണുന്നത്, പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ഇതൊരിക്കലും അങ്ങനെ പാസേജിൽ പറഞ്ഞിട്ടേ ഇല്ല. ഓപ്ഷൻ സി നോക്കാം. ഹോളിവുഡ് സിനിമ എന്നുള്ളത് മുർഷിദിൻ നസൂഹിൻ, വളരെ ഗുണകാംക്ഷയുള്ള ഒരു ഗൈഡാണ്, മുർഷിദാണ്. ഈ തന്മിയത്തിൽ ഇഖ്തിസാദിയ്യ, സാമ്പത്തിക വളർച്ചയും, അൽ മബ്നിയത്തി അല ദോലാർ, ഡോളറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക വളർച്ചയും ഇഹാദി ഷോബി, ഈ ജനങ്ങൾക്ക്. തെറ്റാണ്, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല.
ഓപ്ഷൻ ഡി ഉള്ളത് മാദത്തിൻ ഹാഫിളത്തിൻ അല സഖാഫത്തിൽ അസുല, ഇൻഡൈജിനസ് ആയിട്ടുള്ള തനിമയാർന്ന അല്ലെങ്കിൽ അടിസ്ഥാന സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ സുലൂക്കിയാത്തിൽ മുഖല്ലദ ലിഹദി ഷുഉബ്, ഈ ജനങ്ങളുടെ പിന്നെ ഇവരാചരിച്ചു പോരുന്ന അനുഷ്ഠിച്ചു പോരുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട്, സുലൂക്കിയാത്ത് ബിഹേവിയറുകളുണ്ട്, സ്വഭാവ രൂപങ്ങളുണ്ട്. അതിനൊക്കെയും സംരക്ഷിക്കുന്ന ഒരു ഘടകം എന്നുള്ള നിലക്കാണ് ഹോളിവുഡ് സിനിമ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതൊരിക്കലല്ല, അതിനൊക്കെ പൊളിക്കുന്ന ഹാഫിളത്തല്ല, അതിനെ പൊളിക്കുന്ന ഘടകമാണ്. നമുക്കിതിൽ ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമേ ശരിയാവുകയുള്ളൂ, ബാക്കിയൊക്കെയും തെറ്റാണ്. നിങ്ങൾ പറഞ്ഞതും ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്. റൈറ്റ്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പൊ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ ഈ പാസേജിലേക്ക് വരാം. പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് പറയാം. വായിക്കണം എന്നുണ്ടെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് വായിച്ചാലും മതി. ഞാൻ വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം. വായിക്കണം സാറേ. വായിക്കുന്നതല്ലേ അല്ലേ? ഞാൻ പെട്ടെന്ന് വായിക്കാം. അപ്പൊ ഇഖ്റയിൽ അതാണ് പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് അതിൽ ഏറ്റവും ശരിയായ ഇത് കണ്ടെത്തുക. ഹദീസുന അനി സിനിമ അൽ ഹോളിവുഡിയ ഉമൂമൻ. ഇന്നത്തെ എന്നില്ല, ഹദീസുന നമ്മുടെ സംസാരം അനി സിനിമ അൽ ഹോളിവുഡിയ, ഹോളിവുഡ് സിനിമയെ കുറിച്ചാണ്. ഉമൂമൻ ഇൻ ജനറൽ, അതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയുക എന്നുള്ളതാണ്. ലായാനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അന്നന നുഹ്സിനു വന്ന ബിഹ, ഹോളിവുഡ് സിനിമയെ കുറിച്ച് നമുക്ക് നല്ല ധാരണയാണ് ഉള്ളത് എന്നൊരിക്കലും അതിനർത്ഥമില്ല. നമ്മളൊന്ന് സംസാരിക്കുന്നത് ഹോളിവുഡ് സിനിമയെ കുറിച്ച് മൊത്തത്തിലാണ് സംസാരിക്കുന്നത്. കാരണം ഹോളിവുഡ് വഹിയ അൽ മർക്കസു റഈസി ലിസുനാഅത്തി സിനിമ ഫിൽ ആലം, ലോകാടിസ്ഥാനത്തിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സെന്റർ എന്നുള്ളത് ഹോളിവുഡാണ്. ഹോളിവുഡ് സിനിമയാണ് സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റർ. തതഹറക് ഫി ഇത്വാറൈൻ, രണ്ട് ഇത്വാറുകളിലായിട്ടാണ്, രണ്ട് ഫ്രെയിമുകളിലായിട്ടാണ് ഈ ഹോളിവുഡ് സിനിമ ചലിക്കുന്നത്. അഹദുഹുമ, അതിൽ നിന്ന് ഒരു ഇത്വാർ, ഒരു ഫ്രെയിം, ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അസ്വഉ മിനൽ ആഖിർ, മറ്റേതിനേക്കാൾ വളരെ വേഴ്സാണ്, വളരെ മോശപ്പെട്ടതാണ്. രണ്ടും മോശമാണ്, അതിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശപ്പെട്ടതാണ്. ബിന്നിസ്ബ ലി ശുഉബി ദുവൈൽ നാമിയ, വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശപ്പെട്ടതാണ്. അവലുഹുമ, അതിൽ രണ്ട് ഇത്വാറുകളാണ് പറഞ്ഞത്, രണ്ടിൽ ഒന്നാമത്തത് അന്നഹായി, ഹോളിവുഡ് സിനിമ എന്നുള്ളത് തസ്ലിബു ജുയൂബൽ ഫുഖറാ ഖൂതയൗമിഹിം, പാവപ്പെട്ട ആളുകളുടെ പോക്കറ്റിലെ അവരുടെ ദൈനംദിന അവരുടെ ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആ പൈസയാണ് അവർ കൊള്ളയടിക്കുന്നത്. ഈ തളിഹ സനവിയൻ, ഓരോ വർഷവും പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പമ്പ് ചെയ്യാനാണ്. മില്യാറാത്തി ഡോളറാത്ത്, പിന്നെ മില്യാറാത്ത് പറഞ്ഞ ബില്യൺ അല്ലേ? മില്യാറാത്ത് പറഞ്ഞ എത്ര ആയിരുന്നു? ബില്യൺ അല്ലേ? മില്യണ് മില്യൂൻ എന്നാണ് പറയുക, മില്യാറാത്ത് പറയുമ്പോൾ ബില്യൺ ആയിരുന്നു. അപ്പൊ ബില്യൺ ഡോളറുകളാണ് ഖസീനത്തിൽ അമേരിക്കൻ ഖജനാവിൽ ഓരോ വർഷവും ബില്യൺ കണക്കിന് ഡോളറുകൾ അത് പമ്പ് ചെയ്യുന്നുണ്ട്. ബിവാസിതത്തി ശരിക്കാത്തി തൗസിഇൽ അഫ്ലാം, ഈ സിനിമകളുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ മുഖേന. വഹാദിഹിൽ മില്യാറാത്തു തതറാക്കമു അലാ ഹിസാബി ഇഖ്തിസാദ് അദ്ദുവലി നാമിയ, ഇത് വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ മില്യാറാത്ത് തതറാക്കം, അത് കുന്നുകൂടുകയാണ് ചെയ്യുന്നത്. വബിതുറുഖിൻ നിളാമിയ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രൂപത്തിൽ. ലാ ഗുബാറ അലിഹ, അതിലൊരു സംശയവുമില്ല. ലാ ഗുബാറ അലിഹ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതൊക്കെയും അലാ ഹിസാബി എന്ന് പറഞ്ഞാൽ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് എന്നാണ് അർത്ഥം. അതായത് ഇവരുടെ കണക്കിൽ എന്നല്ല. അതായത് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പിന്നെ
മലയാളം എന്താ പറയാ, പിന്നെ അത് വികസന രാജ്യങ്ങളുടെ സമ്പത്താണ് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പിന്നെ അത് കുന്നുകൂടുന്നത് എന്നർത്ഥം. വസാനിഹിമ, രണ്ടാമത്തെ ഇത്വാർ എന്ന് പറയുന്നത്, മോശപ്പെട്ട ഒരു ഘടകം, സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹുവ, രണ്ടാമത്തെ ഇത്വാർ, ഇത് മുഹാവലത്തു തംസി ഹുവിയത്തി ഹാദിഹി ഷൗബി, ഈ രാജ്യങ്ങളിലെ ആളുകളുടെ ഐഡന്റിറ്റിയെ മായ്ച്ചു കളയാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഹോളിവുഡ് സിനിമ. അതുപോലെ വയാദത്തു നമത്തി ഹയാത്തിഹ വഫ്ഖൽ മഫ്ഹൂമിൽ ഗർബി, പാശ്ചാത്യൻ കൺസെപ്റ്റുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതഘടന എന്താ പറയാ, അത് പിന്നെ റീഡിഫൈൻ ചെയ്യാൻ, അതിനെ പുനരൂപകൽപ്പന ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണ്. വഅദ തഫ്കീക്കി മുജ്തമഅത്തിഹ, ഈ ഇത്തരം വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളെ ഡീകൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം, അവരെയൊക്കെയും പരസ്പരം പൊളിച്ചുകൊണ്ട്, വതഹീഅത്തിഹ, അവരെ ഒരുക്കി തയ്യാറാക്കിയതിനു ശേഷം, ഖബൂലി സുലൂക്കിയാത്ത്, ചില സ്വഭാവ രീതികളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയതിനു ശേഷം, അല്ലത്തി തുഹമ്മിഷു സഖാഫത്തൽ അസീല, അവരുടെ തനതായ സാംസ്കാരിക സ്വത്വത്തെ അരികവൽക്കരിച്ചുകൊണ്ടുള്ള തഹ്മീഷ്, അരികവൽക്കരിക്കുക. തുഗ്രിഖുൽ മുജ്തമഅ, അതുപോലെ ഈ സമൂഹത്തെ മുക്കിക്കൊണ്ട്, ഫീ മൗജാത്തിൻ ആതിയ, വളരെ അതിതീവ്രമായ അല്ലെങ്കിൽ വളരെ ഇൻ ലാർജ് വേവ്സ്, വലിയ തിരമാലകളിൽ. മൗജാത്ത് ആതിയ പറഞ്ഞാൽ ലാർജ് വേവ്സ്, വലിയ തിരമാലകളിൽ. മുമാറസാത്തി ഷാദ, വളരെ അപൂർവമായ ചില പിന്നെ പ്രാക്ടീസുകളിലൂടെ ഈ ജനങ്ങളെ, ഈ വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളെ, അവരുടെ സാംസ്കാരിക സ്വത്വത്തെയൊക്കെയും അരികവൽക്കരിച്ചുകൊണ്ട് വലിയ ഉഗ്ര രൂപത്തിലുള്ള ഒരു വൈവിൽ, ഒരു തരംഗത്തിൽ അവരെ മുക്കിക്കൊല്ലുകയാണ് ഈ ഹോളിവുഡ് സിനിമ ചെയ്യുന്നത്. ഇതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞതിന്റെ ഒരു ആകത്തുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരിക്കലും പോസിറ്റീവായ കാഴ്ചപ്പാടില്ല അദ്ദേഹത്തിന് ഉള്ളത് പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞതാണ്, ഇത് നമ്മൾ പറഞ്ഞു, ഇത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. കണ്ടോ, ഹിയ തജ്രിബ് അമ്വാലൻ ഹായില മിൻ ആമത്തിൻ നാസ് മിന ശർഖിൽ അംരിക്ക, ശരിയാണല്ലോ. അതുപോലെ മൂന്നാമത്തെ, ഹിയ തുഹാവിലു അലാ മഹ്വിൽ അസ്വാൽ അത്തഖാഫിയ ലിശ്ശുഊബ് മിന ദുവലിൻ നാമിയ, ശരിയാണല്ലോ. തറാക്കം നമ്മൾ പറഞ്ഞു, രണ്ട് തഫ്സീറുകളെ കുറിച്ചിലും മോശപ്പെട്ട തഫ്സീറുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ഇഖ്തിസാദിയാണ്, മറ്റൊന്ന് സഖാഫിയാണ്. നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ടത്. അതുപോലെ ഹോളിവുഡ് സിനിമ പറഞ്ഞ പാശ്ചാത്യൻ മോഡലിൽ ആളുകളെ മാറ്റി വാർക്കുന്ന, ഉടച്ചു വാർക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ പാസേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്തതൊരു ബൈത്താണ്. ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലും ഉണ്ടോ ഈ ബൈത്ത്? ഷെയ്ഖ് മുബാറക് ബിൻ സൈഫ് അൽ സാനിയുടെ ഒരു കവിതയാണ്. അപ്പൊ ഈ കവിത ആദ്യം വായിക്കാം. വായിച്ച് നമുക്ക് അർത്ഥം പറയാം. സമയക്കുറവുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വായിച്ച അർത്ഥം പറഞ്ഞ് പിന്നീട് അതിന്റെ ചോദ്യങ്ങളിലേക്ക് പോവാം. അതല്ലേ? മറ്റേ സമയം ഒരുപാട് പോവുമായിരിക്കും. ഞാൻ വായിക്കണമെങ്കിൽ വായിക്കാം, ഞാൻ വായിക്കണമെങ്കിൽ വായിക്കണമില്ല. വായിക്കാമെന്ന് വിചാരിക്കുന്നു, വായിക്കണം തോന്നുന്നു. هل تذكرين بساحل الحي ملعبنا نلهو ونمضي على وعد بلقياه ألم تزل تعبر الأيام لاهية وترقب الشمس تسمو في ثناياه نبني من الرمل أشكالا محببة في بهجة ثم نمحو ما بنيناه على الشواطئ كم راحت أناملنا تبعثر الرمل في شوق ألفناه نجني من الرمل أصدافا ملونة نجري إلى الظل نحصي ما جنيناه نلهو كأن لنا الأيام باقية كأنها جدول يسري بمجراه
ഒരു നോർമൽ കവിതയാണ്. ഈ നമ്മുടെ ഈ പിന്നെ കുട്ടിപ്രായത്തിൽ ഈ നമ്മുടെ ചൈൽഡ്ഹുഡിനെ അതിൻ്റെ രസകരമായ ഓർമ്മകൾ അയവിറക്കുന്ന വളരെ മനോഹരമായ ഒരു കവിതയാണ്. പെട്ടെന്ന് വായിക്കാം. ഹൽ തദ്കുരീന. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മുഖാത്തബ് ഒരു കുട്ടിപ്രായത്തിൽ കവിയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു മുഖാത്തബ്. അപ്പൊ ആ നിലക്കാണ് ഹൽ തദ്കുരീന, പെണ്ണെ നീ ഓർമ്മിക്കുന്നുണ്ടോ, ബിസാഹിൽ ഹയ്യി മൽഅബന. ബിസാഹിൽ ഹയ്യി, സാഹ് എന്നുള്ള ശരിക്കും സാഹത്താണ്. നമ്മൾ തർഹീമൊക്കെ പഠിച്ചില്ലേ നഹ്വില്, സാഹത്ത് സാഹാകും, ഓർമ്മ ഉണ്ടാവും. അപ്പോ നമ്മുടെ ആ കോളനി, ആ ഹൈ, ആ ഒരു നമ്മൾ പാർക്കുന്ന പ്രദേശത്തെ അങ്കണത്തിലുള്ള മലാബന, ആ മുറ്റത്തുള്ള നമ്മളുടെ മലാബന, നമ്മുടെ ഗ്രൗണ്ടിനെ നീ ഓർക്കുന്നുണ്ടോ? അൽ തദ്കുരീന, തദ്കുരീന എന്നുള്ളതിന്റെ മഫ്ഊലാണ് മലാബന എന്നുള്ളത്. മലബ് ഇവിടെ ഉള്ളത് ബിസാഹിൽ ഹൈ, നമ്മൾ പാർക്കുന്ന ആ സ്ഥലത്തെ അങ്കണത്തിൽ, ആ മുറ്റത്ത് ചെയ്തിരുന്ന നമ്മുടെ ഗ്രൗണ്ട് നീ ഓർക്കുന്നുണ്ടോ? നൽഹു വനംലി അലാ വഅദിൻ ബിലുഖിയാഹു. നമ്മൾ അതിലൂടെ ഇങ്ങനെ പിന്നെ കളിച്ച് നൽകുന്ന, നമ്മൾ കളിച്ച് നടക്കുക. വനംലി അലാ വഅദിൻ ബിലുഖിയാഹു, നമ്മളിങ്ങനെ വീണ്ടും അതിനെ കണ്ടുമുട്ടുമെന്നുള്ള ആ വാഗ്ദാനത്തിൽ നമ്മളിങ്ങനെ കടന്നു പോയിട്ടുള്ള ആ ഗ്രൗണ്ട് ഓർക്കുന്നുണ്ടോ? ആ ഗ്രൗണ്ടിനെ വീണ്ടും നാം കണ്ടുമുട്ടെന്നുള്ള വാഗ്ദാനത്തിൽ നിന്നായിരിക്കും. അലം തസൽ തഅബുറുൽ അയ്യാമു ലാഹിയതൻ. അലം തസൽ അൽ അയ്യാമു തഅബുറു ലാഹിയതൻ എന്നാണ് അതിന്റെ അർത്ഥം. ദിവസങ്ങൾ വളരെ അശ്രദ്ധമായി ഉദാസീനമായിട്ട് കടന്നു പോകുന്ന, പിന്നെ ശരിക്കും അബറയാബുറു പറഞ്ഞാൽ പാലൊക്കെ വിട്ടുകിടക്കുന്നതിനാണ് അബറയാബുറു. അതെങ്ങനെ വിട്ടുകടന്നുകൊണ്ടിരുന്നത്, കാലങ്ങൾ ഇങ്ങനെ അശ്രദ്ധമായി കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നില്ലയോ? തസ്മു ഫി സനായാഹു, അതിന്റെ സനായാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അടരുകളിൽ, അതിന്റെ പിന്നെ എന്താ പറയാ, അതിന്റെ ഉള്ളറകളിൽ എന്നൊക്കെ പറയാം. സൂര്യൻ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നതായിട്ട് ആ ദിവസങ്ങൾ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. തർക്കുബു എന്നുള്ളതിന് രണ്ട് നിലക്ക് അർത്ഥം വെക്കാം. അത് മുഖാത്തബായിട്ട് ഖിതാബിന്റെ സീഗയായിട്ടും അതുപോലെ ഗൈബത്തിന്റെ സീഗായിട്ടും. ഗൈബത്തിന്റെ സീഗാകുമ്പോൾ അയ്യാമിലേക്ക് മടക്കേണ്ടി വരും, ഖിതാബാകുമ്പോ പിന്നെ അന്ത പെണ്ണിനോട് തന്നെ പറയാം. അപ്പൊ തർക്കുബു ഷംസ, ദിവസങ്ങൾ സൂര്യനെ നിരീക്ഷിക്കുന്നു, തസ്മു അതിങ്ങനെ ഉയർന്നു പോകുന്നതായിട്ട്, ഫി തനായാഹു, അവിടെ ശരിക്കും തനായാഹ എന്നാണ് വേണ്ടിയിരുന്നത്. ആ ദിവസങ്ങൾ എന്നുള്ളത് മുഫ്രദിനെ പരിഗണിച്ചുകൊണ്ട് തനായാഹു എന്നൊക്കെ ആക്കേണ്ടി വരും. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ. ആ ദിവസങ്ങളുടെ അടരുകളിൽ സൂര്യൻ ഇങ്ങനെ ഉയർന്നു പോകുന്നതിൽ ആ ദിവസങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നബിനീമിനർ റംലി, മണലുകളിൽ നിന്ന് നാം ഉണ്ടാക്കിയിരുന്ന കാലം. അഷ്കാലൻ മുഹബ്ബബത്തൻ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന പല രൂപങ്ങളെയും മണൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഈ ബഹജത്തിന് വളരെ സന്തോഷത്തോടുകൂടെ. പിന്നീട് തുമ്മ നംഹൂമാബനൈനാഹു, നാം ഉണ്ടാക്കിയതൊക്കെ പലതുണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മള് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാക്കുമല്ലോ മണൽ കൊണ്ട്. ഉണ്ടാക്കിയൊക്കെ നമ്മൾ തന്നെ വായിച്ചുകളെയും പൊളിച്ചിടും എന്നർത്ഥം. അതൊക്കെ ഓർമ്മണ്ടോ? അലശവാത്തി കം റാഹത്തനാമിലുനാ തുബഅ്തിറു റംല ഫീ ശൗഖിൻ അലഫ്നാഹു. അനക്ക് ഓർമ്മണ്ടോ? അലശവാത്തി, തീരങ്ങളിൽ, കം റാഹത്ത് അനാമിലുനാ തുബഅ്തിറു റംല, മണലുകളെ വിതറിക്കൊണ്ട് നമ്മുടെ വിരലുകൾ എത്ര സഞ്ചരിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്ന്. റാഹൈറോഹ് പറഞ്ഞാൽ പോവുക. ബഅ്തിറു റംല എന്ന് പറഞ്ഞാൽ മണലുകളെ വിതറിക്കൊണ്ട് നമ്മളിങ്ങനെ ബീച്ചിൽ കൂടെ ഇങ്ങനെ കളിക്കുമല്ലോ തീരങ്ങളിലൂടെ. അപ്പൊ അതൊരു പക്ഷെ ഒരു സാഹിലായിരിക്കും, ഒരു ഷാത്തിയായിരിക്കും, കടൽ തീരമോ അല്ലെങ്കിൽ പോയ തീരമോ ഒക്കെ ആയിരിക്കും. മണലുകൾ ഇങ്ങനെ വിതറിക്കൊണ്ട് നമ്മുടെ വിരൽത്തുമ്പുകൾ ചലിച്ച കാലങ്ങൾ. ഫീ ശൗഖിൻ അലഫ്നാഹു, നാം ശീലിച്ചു പോകുന്ന ആ ഒരു കൊതിയിൽ അർത്ഥം. നജ്നി മിനർ റംലി അസ്ദാഫൻ മുലവനത്തൻ, ഈ മണലുകളിൽ നിന്ന് വർണ്ണാഭമായിട്ടുള്ള മുത്തുച്ചിപ്പികളെ നാം ഉണ്ടാക്കി. ശരിക്കും നജ്നി എന്ന് പറഞ്ഞാൽ പറിക്കുക എന്നാണ്. അത് ഇവിടെ തഷ്ബീഹാണ്. പിന്നെ തഷ്ബീഹ് എന്നല്ല അതിന് പറയാ, ഇസ്തിആറ. ഇസ്തിആറത്ത് മക്നിയത്തൊക്കെ ആണത്. പോട്ടെ. നജ്നി മിനർ റംലി അസ്ദാഫൻ മുലവനത്തൻ. നജ്രി ഇലൽ ളില്ലി, നീലകളിലേക്ക് നാം ഓടും.
നാം പറിച്ചത് എന്നാണ് ശരിക്കർത്ഥം. നാം മണലുകളാൽ നാം ഉണ്ടാക്കിയിട്ടുള്ള ഓരോന്നിനെയും എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ട് തണൽ മരങ്ങളിലേക്ക് നാം ഓടുന്ന കാഴ്ച എനിക്ക് ഓർമ്മ ഉണ്ടാവും. നൽഹു നാം കളിക്കുന്ന കാലം. കഅന്നലനൽ അയ്യാമ ബാഖിയത്തുൻ. കഅന്നൽ അയ്യാമ ബാഖിയത്തുൻ ലനാനർത്ഥം. ഇനിയും കാലങ്ങൾ നമുക്ക് ബാക്കിയുണ്ട് എന്നതുപോലെ. കഅന്നഹാ ജദ്വലുൻ യസ്രി ബിമജ്റാഹു. ആ കാലങ്ങൾ ഒരു അരുവിയെപ്പോലെ യസ്രി ബിമജ്റാഹു, അതിന്റെ പ്രയാണ വീതിയിൽ അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത്തരം ഒരു അരുവിയെപ്പോലെ കാലങ്ങൾ, ആ കാലങ്ങളിൽ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ വ്യക്തത കുറവൊക്കെ ഉണ്ടായിന്ന് വരാം. എന്നെക്കാൾ വളരെ ഭംഗിയായിട്ട് ഇത് മലയാളീകരിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. നിങ്ങൾ മലയാളീകരിച്ചോളി, നിങ്ങൾക്ക് കിട്ടും. നമുക്ക് വരുന്ന ഭാഷയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ മനസ്സിലായാൽ മതി. മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ? ഉടനെ വിചാരിക്കുന്നു. ഓക്കെ, നമുക്കെന്നാ ഇതിന്റെ ചോദ്യങ്ങളിലേക്ക് പോവാം. യദ്കുറു ഷാഇറു അയ്യാമഹു ഫി ഡാഷ്. കവി അദ്ദേഹത്തിന്റെ ഗതകാലങ്ങൾ ഓർക്കുന്നു. ഫിൽ മൻഫ, നാട് കടത്തിയ സ്ഥലത്ത്. ഫിൽ യഹ്യ, യാത്രയിലെ. ഫിൽ ബിഅ്താദ്, മിഷണറിയിലെ. ഫിസ്ബ, കുട്ടിപ്രായത്തിലെ. ഓക്കെ, പെട്ടെന്ന് ഉത്തരം കാണാം. ക്ലിയർ. ഓപ്ഷൻ 4 ആണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഉത്തരം. കുട്ടിപ്രായത്തിലെ ഓർമ്മകളല്ലേ? നാട് കടത്തിയ അവിടുത്തെ ഓർമ്മകളൊന്നും അല്ലല്ലോ. യാത്രയിലെ ഓർമ്മകളല്ല, മിഷണറി പ്രവർത്തനങ്ങളിലെ ഓർമ്മകളൊന്നുമല്ല. നമുക്ക് ബലാഗയിലേക്ക് വരാം. ബലാഗയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇതിൽ. അങ്ങനെയും പ്രതീക്ഷിക്കണം. ബൈത്ത് അറിഞ്ഞാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കിയാലും മാത്രം പോരാ, ബലാഗയും കൂടി അറിയണം. കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ശരിക്കും ഒരു പരീക്ഷിക്കുന്നുണ്ട്. സൂറ ബയാനിയ ഫിൽ ബൈത്തി സാനി, രണ്ടാമത്തെ ബൈത്തിലെ ബലാഗ ഏതാണ്? തഷ്ബീഹ് ബലീഗാണോ, തഷ്ബീഹ് ലംനിയാണോ, ഇസ്തിയാറ മക്നിയത്താണോ, ഇസ്തിയാറ തസ്ബീഹിയത്താണോ? രണ്ടാമത്തെ ബൈത്ത് വേണേ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ബൈത്ത് അലം തസൽ തഅബുറുൽ അയ്യാമു ലാഹിയതൻ ഫതർഖുബു ശംസ തസ്മു ഫീ സനായാഹു. ഇതില് ബലാഗയായിട്ടുള്ള പെട്ടെന്ന് സെൻസ് കിട്ടും. അതെ, ബലാഗ ഓർമ്മയുള്ളവർക്ക് വേഗം കിട്ടും. അലം തസൽ തഅബുറുൽ അയ്യാമു ലാഹിയതൻ ഫതർഖുബു ശംസു തസ്മു ഫീ സനായാഹു. ഇതിൽ തഷ്ബീഹ് ബലീഗാണോ, തഷ്ബീഹ് ലംനിയാണോ, ഇസ്തിആറ മക്നിയാണോ, ഇസ്തിആറ തസ്രീഹിയാണോ? ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഉത്തരം നോക്കല്ലേ? കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ പറയുകയുണ്ടായി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇസ്തിആറ മക്നിയ. ഇസ്തിആറ മക്നിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. തഷ്ബീഹനാണ്, പക്ഷേ ഹുദിഫ മിൻഹുൽ മുശബ്ബഹു ബിഹി. എന്നിട്ട് വയബ്ഖാൽ മുശബ്ബഹു. എന്നിട്ട് എന്തുണ്ടാകും? ലവാസിമുൽ മുശബ്ബഹ് ബിഹി. മുശബ്ബഹ് ബിഹിയുടെ ലവാസിമു ബാക്കിയാകും. അതാണ്, അത് കണ്ടല്ലോ. തഅബുറുൽ അയ്യാമു, യൗമ് എന്നുള്ളത് യൗമിന് ഒബൂർ ഉണ്ടാവുമോ? യൗമ് ഇങ്ങനെ വിട്ട് കിടക്കുവോ? കാലമോ, അല്ലെങ്കിൽ ഇനിയിപ്പോ കാലം തന്നെ കാലം യൗമ് വിട്ട് കിടക്കുവോ? മനുഷ്യരല്ലേ വിട്ട് കിടക്ക? മനുഷ്യരാണല്ലോ വിട്ട് കിടക്ക. അപ്പോ ഇവിടെ സംഭവിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മനുഷ്യരെയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അല്ലയ്യാമു കൽ ഇൻസാൻ, മനുഷ്യരെ പോലെയുള്ള ദിവസങ്ങൾ എന്നർത്ഥം. അപ്പം ആ കൽ ഇൻസാൻ എന്നുള്ള ആ മുഷബ്ബഹ് ബി കളയപ്പെട്ടു. അല്ലയ്യാം എന്നുള്ള മുഷബ്ബഹ് ശേഷിച്ചു. പിന്നെ മനുഷ്യനിലേക്ക്, മുഷബ്ബഹ് ബിഹിയിലേക്ക് സൂചിപ്പിക്കുന്ന ലാസിം തഅബുറു എന്നുള്ള പദം ഉണ്ടായി. അതുപോലെ തർക്കുബു ശംസ്, പിന്നെ നോക്കുക, നിരീക്ഷിക്കുക എന്നുള്ളതൊക്കെ മനുഷ്യനാണ് അവിടെ ഉണ്ടത്.
അപ്പൊ ഇസ്തിയാറ മക്നിയത്താണ് നമ്മുടെ ഉത്തരം. നെക്സ്റ്റ് നോക്കല്ലേ? ഓക്കെ, നെക്സ്റ്റ് അൽ-അബിയാത്തു ഫിൽ ബഹർ. ഈ ബൈത്തുകൾ ഏത് ബഹറിലാണ് ഒന്നുകൂടെ സാറേ, എങ്ങനെ മക്കിനിയ ആയത് എങ്ങനെയാന്ന് പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. അൽ-അബിയാത്തു ഫിൽ ബഹർ, ഈ ബൈത്തുകൾ ഏത് ബഹറിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ആ ബൈത്ത് വേണേ ഞാൻ കാണിച്ചു തരാം, അപ്പൊ വേഗം കിട്ടും. ഒന്ന് തപ്പി ചെയ്ത് നോക്കിയാൽ മതി. ഹൽ തദ്കുരി ഹൽ തദ്കുരീന ബിസാഹിൽ ഹയ്യ മൽഅബൻ. അവിടെ തന്നെ കിട്ടും, വേഗം കിട്ടും. നൽഹു വനംളി അലാ വഅദിൻ ബിലുഖിയ, വേഗം കിട്ടും. ഓപ്ഷൻസ് തൊവീല്, ബസീത്ത്, കാമില്, മദീദ്. എല്ലാവരും ബി ആണ് പറയണത് അല്ലേ? അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കണം, അർത്ഥം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബസീത്ത് ബഹറിലാണ് ഈ ബൈത്ത് ഉള്ളത്. മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ. ഈ ബസീത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ബസീത്തിൽ ഹബിന് എന്നുള്ള സിഹാഫ് അധിക സമയത്തും വരും, ഹബിന്. അപ്പൊ അത് ഫാഇലുൻ എന്നാകും, പലപ്പോഴും ഫായ എന്നുള്ള ഫാഇലുൻ എന്നാകും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഇവിടെ നോക്കിയും ഹൽ മുസ്തദ് തഫ് മുസ്തഫ് മുസ്തഫഇലുൻ തദ്കുരി. അപ്പൊ ഹൽ തദ്കുരി ഒരു തഫീലത്തായി. ഹൽ തദ്കുരി എന്ന് പറയുമ്പോൾ ഒരു തഫീലത്തായി. മുസ്തഫഇൽ എന്നായില്ലേ, മുസ്തഫഇലുൻ. ഇനി ന ഹൽ തദ്കുരീന ബിസാഹിൽ ഹയ്യ. ഫാഇലുൻ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഹബിന് സംഭവിക്കുന്നു പറഞ്ഞല്ലോ, സംഭവിച്ചല്ലോ. അവിടെ ഫാഇലുൻ അവിടെ കിട്ടുന്നുണ്ടോ? നബി അവിടെ നാ എന്നുള്ളത് മുത്തഹരിക്കാണ്, ബി എന്നുള്ളത് മുത്തഹരിക്കല്ലേ, അപ്പൊ ഹബിന് സംഭവിച്ചു. ഫാഇലുൻ ബിസാ ഫാഇ നബി സ നബിസ ഫാഇലു. പിന്നെ സാ നീട്ടാൻ അലിഫുണ്ട്, അപ്പൊ ഫാഇലുൻ. അപ്പോ നബിസ ഫാഇലുൻ നബിസ ഫാഇലുൻ. പിന്നെ ഹിൽ ഹയ്യി, ഈ മുതാരിക്ക് ല് സാക്കിന്. മുസ് ഹയ്യി അവിടെ മുദഗമത്താണ്, തഫ്കീക്ക് ചെയ്യണം. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ അറുപതിന്റെ ക്ലാസ്സിലൊക്കെ ശരിക്കും പഠിച്ചതാണ്, ഞാൻ വിശദീകരിക്കുന്ന ആവശ്യമില്ല. ഏതായാലും മുസ്തഫിലുൻ ഫായിലുൻ മുസ്തഫിലുൻ ഫായിലുൻ എന്നുള്ള തഫീലത്ത് അവിടെ കിട്ടും. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാം ബസീത്തെ അവിടെ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ അറുപത് എടുക്കണ ആളല്ല, അറുപത് എടുക്കണ ആൾക്കാർ അത് വിശദമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് അതിന്റെ മെത്തേഡും റൂട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ അടുത്തേക്ക് പോവാണ്. സൂറ ബയാനിയ ഫിൽ ബൈത്തിൽ അഖീർ, അവസാനത്തെ ബൈത്തിലെ പിന്നെ ബലാഗ ഏതാണെന്നാ ചോദിക്കുന്നത്. അവസാനത്തെ ബൈത്ത് നമുക്ക് നോക്കാം, വേഗം കിട്ടും ഇതിന്റെ ഉത്തരം. നൽഹു കഅന്ന ലനൽ അയ്യാമ ബാഖിയതു കഅന്നഹ ജദ്വലുൻ യസ്രി ബിമജ്റാഹു. കഅന്നഹ ജദ്വലുൻ യസ്രി ബിമജ്റാ. പറയൂ, ഏതാണ്? തശ്ബീഹാണോ, ഇസ്തിയാറത്താണോ, മജാസാണോ, കിനായത്താണോ? ഓക്കെ, ഓപ്ഷൻ എ ആണ് എല്ലാവരും സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്, തശ്ബീഹാണ്. കഅന്നഹ ജദ്വലുൻ, കഅന്ന തശ്ബീഹിന്റെ അദാത്തല്ലേ, കഅന്നഹ ജദ്വലുൻ യസ്രി ബിമജ്റാ. ഓക്കെ, തശ്ബീഹാണ്. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ അൽ ഗർദു മിനൽ അബിയാത്ത്. ഓരോ ബൈത്തുകൾക്കും ഓരോ ഖസീദകൾക്കൊക്കെ ഗർദ് ഉണ്ടാകും. ചിലപ്പോൾ ഗസിലായിരിക്കും, ചിലപ്പോൾ മദ്ഹായിരിക്കും, ചിലപ്പോൾ റസായിരിക്കും, ചിലപ്പോൾ വസ്ഫായിരിക്കും. ഇതിലിപ്പോ എന്താണ്? ഗസിലാണോ, ഹൽ തദ്കുരീന എന്നൊക്കെ പറയും പോലെ ഏതൊരു പെണ്ണിനോടാണ്? ഗസിലാണോ, ഇനി മദ്ഹാണോ, റസ ആരെങ്കിലും മരിച്ചിട്ട് പാടിയ ബൈത്താണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്ഫാണോ, എന്തിനെങ്കിലൊക്കെ ഇങ്ങനെ വിവരിക്കുന്ന കവിതയാണോ? ഏതാണ് ശരി എന്നാണ് ചോദ്യം. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ 4 തന്നെയാണ്. എല്ലാവരും ഓപ്ഷൻ 4 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അൽ വസ്ഫ് എന്നുള്ളതാണ്. ഗസിലൊന്നും ഒരിക്കലും അല്ല, കുട്ടിപ്രായത്തെ വിവരിക്കല്ലേ, വസ്ഫല്ലേ.
ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ ഉള്ളത്. മക്കിനി എന്താ റെഡി അല്ലേ? അല്ല എങ്ങനെയാ വന്നേന്നുള്ളത്. ആ, മക്കിനിയുടെ താരീഫ് എന്താണെന്ന് അറിയാലോ അല്ലെ? തഷ്ബീഹുൻ ഹുദിഫ മിൻഹുൽ മുശബ്ബഹു ബിഹി, മുശബ്ബഹ് ബിഹി എന്ന് കളയപ്പെട്ടിട്ടുണ്ടാവും. ബഖയിൽ മുശബ്ബഹു, മുശബ്ബഹ് ഉണ്ടാകും, മൗജൂദായിട്ടുണ്ടാകും. അപ്പൊ മുശബ്ബഹ് ബിഹി ആയിരിക്കും. അപ്പൊ അലം തസൽ തഅബുറുൽ അയ്യാമു എന്നാ പറഞ്ഞത്. അലം തസൽ തഅബുറുൽ അയ്യാമു ലാഹിയത്തൻ. ഇവിടെ അൽ അയ്യാം, അയ്യാമുകൾ അശ്രദ്ധമായി കടന്നു പോവുക. അശ്രദ്ധമായി കടന്നു പോവുക എന്നുള്ളത് ദിവസങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ദിവസങ്ങൾക്ക് എന്ത് കടന്നു പോകല്? ഈ കടന്നു പോവുക ഉബൂർ എന്നുള്ള സാധനമൊക്കെ ലാഹിയത്തായിട്ട് അശ്രദ്ധമായിട്ട് ഇങ്ങനെ പോവുക എന്നുള്ളതൊക്കെ മനുഷ്യന്മാരാണ്. അപ്പോ മനുഷ്യരെ പോലെയുള്ള ദിവസങ്ങൾ തന്നെ. അപ്പൊ കൽ ഇൻസാൻ എന്നുള്ള മുഷബ്ബഹ് ബി കളയപ്പെട്ടു, അല്ലയ്യാം എന്നുള്ള മുഷബ്ബഹ് അവശേഷിച്ചു. എന്നിട്ട് അതിന്റെ ലാസിമ് തഅബുറു ലാഹിയത്തൻ, ഇതൊക്കെ അതിന്റെ ലാസിം തന്നെയാണ്. അതൊക്കെ അവിടെ അവശേഷിച്ചു, അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്രയുള്ള മക്കിനിയാന്ന് പറഞ്ഞാൽ അവിടെ ബെറു കടന്നു പോകാന്ന് അർത്ഥം. അബറ അബുറു പറഞ്ഞാല് മുറിച്ച് കിടക്കാന്നൊക്കെ അർത്ഥം. ഇപ്പൊ പുഴ നദിയൊക്കെ മുറിച്ച് കിടക്കണേനൊക്കെ അബൂർ എന്നാ പറയാ. ഞാൻ പുഴന്നാവണമെന്ന് ചേട്ടോ, ഏത് സ്ഥലം വിട്ട് കിടക്കണേനും അബറ അബുറു പറയും. ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കാലോ അല്ലെ? ശുക്രൻ അല ഹുസ്നി ഇസ്തിമാഇക്കും വതഫാഉലിക്കും വജസാക്കുമുല്ലാഹു ഖൈറ ജസാ. ബറകല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.